അമേരിക്കയിൽ താമസിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചും വർഷത്തിൽ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ടാക്സ് സീസൺ. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസം പകുതിയോടെ അവസാനിക്കുന്ന ഈ സീസണിൽ പലർക്കും ലഭിക്കുന്ന വലിയൊരു തുകയാണ് ടാക്സ് റീഫണ്ട്. ഇത് കേവലം ഒരു തുക മാത്രമല്ല, പല കുടുംബങ്ങളുടെയും വാർഷിക ബജറ്റിലെ നിർണായകമായ ഒരു ഘടകമാണ്. ഈ വർഷം, അതായത് 2026-ൽ അമേരിക്കക്കാർക്ക് ലഭിക്കുന്ന റീഫണ്ട് തുകയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായോ? ആളുകൾ ഈ പണം എന്തിനാണ് ഉപയോഗിക്കുന്നത്? കടം വീട്ടാനാണോ അതോ അവധിക്കാലം ആഘോഷിക്കാനാണോ? പ്രമുഖ ഫിനാൻഷ്യൽ പ്ലാറ്റ്ഫോമായ ലെൻഡിംഗ് ട്രീ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026-ലെ അമേരിക്കൻ ടാക്സ് റീഫണ്ട് ട്രെൻഡുകളെ കുറിച്ചാണ്. ഓരോ വർഷവും ഇന്റേണൽ റവന്യൂ സർവീസ് നൽകുന്ന കണക്കുകൾ പ്രകാരം റീഫണ്ട് തുകയിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്. 2024 ലഭിച്ച ശരാശരി റീഫണ്ട് തുക ഏകദേശം $3000 $3200 ഇടയിലാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 10 മുതൽ 11% വരെ വർധനവാണ് ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വർധനവ്? പ്രധാനമായും ടാക്സ് ബ്രാക്കറ്റുകളിലെ മാറ്റങ്ങളും ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ് പോലുള്ള ചില ആനുകൂല്യങ്ങളുമാണ് ഇതിന് കാരണം. പണപ്പെരുപ്പം വർദ്ധിച്ചതോടെ സർക്കാർ നികുതി ഇളവുകളിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇത് സാധാരണക്കാരായ അമേരിക്കക്കാരുടെ കൈകളിൽ കൂടുതൽ പണം എത്തിക്കാൻ സഹായിച്ചു. പക്ഷേ ഈ പണം അവർ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നതാണ് പ്രധാന ചോദ്യം. സർവേയിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗം പേരും പറഞ്ഞത് തങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഈ റീഫണ്ട് തുക അത്യന്താപേക്ഷിതമാണെന്നാണ്. റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ചില കണക്കുകളും നമുക്കൊന്ന് നോക്കാം. സർവേയിൽ പങ്കെടുത്തവരിൽ ഏകദേശം 31% ആളുകളും തങ്ങളുടെ റീഫണ്ട് തുക ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് കടങ്ങൾക്കോ മറ്റ് ചെറിയ ലോണുകളോ വീട്ടാനാണ്. അമേരിക്കയിലെ ഉയർന്ന പലിശ നിരക്ക് കാരണം പലരും വലിയ സാമ്പത്തിക സമ്മർദ്ദത്തിലാണ്. ആ സമ്മർദ്ദത്തിൽ നിന്ന് അല്പം ആശ്വാസം കണ്ടെത്താൻ അവർ ഈ റീഫണ്ട് തുകയെ ആശ്രയിക്കുന്നുണ്ട്. ഏകദേശം 26% ആളുകൾ തങ്ങളുടെ പണം സേവിങ്സ് അക്കൗണ്ടുകളിലേക്ക് മാറ്റാനാണ് താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ച് എമർജൻസി ഫണ്ട് എന്ന രീതിയിൽ പലരും ഈ തുക ഉപയോഗിക്കുന്നുണ്ട്. സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നതിനാൽ ഒരു സുരക്ഷ മുൻകൂട്ടി കാണുകയാണ് ഇവരുടെ ലക്ഷ്യം. ഏകദേശം 25% ആളുകൾക്ക് ടാക്സ് റീഫണ്ട് എന്നത് അവരുടെ വീട്ടുവാടക നൽകാനോ ഗ്രോസറി വാങ്ങാനോ അല്ലെങ്കിൽ ബില്ലുകൾ അടയ്ക്കാനോ ഉള്ള മാർഗമാണ്. ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇപ്പോഴും നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. സാധാരണയായി ടാക്സ് റീഫണ്ട് കിട്ടുമ്പോൾ പുതിയൊരു ഐഫോൺ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വിദേശയാത്ര പോകാനോ പ്ലാൻ ചെയ്യുന്നവരുണ്ട്. എന്നാൽ 2026-ൽ ഈ പ്രവണതയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്. റിപ്പോർട്ട് പ്രകാരം വെറും 10% താഴെ ആളുകൾ മാത്രമാണ് റീഫണ്ട് പണം ഉപയോഗിച്ച് അവധിക്കാലം ആഘോഷിക്കാനോ ആഡംബര വസ്തുക്കൾ വാങ്ങാനോ പദ്ധതിയിടുന്നത്. പകരം വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പണം മാറ്റിവെക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഏകദേശം 11% ആളുകൾ തങ്ങളുടെ വീടിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട അറ്റകുറ്റപ്പണികൾക്കോ ഈ പണം ഉപയോഗിക്കുകയാണ്. ഇതിനെ സാമ്പത്തിക വിദഗ്ധർ കാണുന്നത് ഒരു ദീർഘകാല നിക്ഷേപമായാണ്. ടാക്സ് റീഫണ്ട് ചെലവാക്കുന്ന കാര്യത്തിൽ ഓരോ പ്രായത്തിലുള്ളവർക്കും വ്യത്യസ്ത മനോഭാവമാണുള്ളത്. യുവാക്കൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കടം വീട്ടാനാണ്. പഠനകാലത്തെ ലോണുകളും ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികയുമാണ് ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. മുതിർന്ന പൗരന്മാർ പലപ്പോഴും ഈ തുക സേവിങ്സിനോ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾക്കോ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. 2026-ലെ ടാക്സ് റീഫണ്ട് അമേരിക്കക്കാർക്ക് ഒരു വലിയ ആശ്വാസമാണ്. പണപ്പെരുപ്പവും ജീവിത ചെലവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്ന ഈ അധിക തുക പല കുടുംബങ്ങളെയും കരകയറ്റാൻ സഹായിക്കുന്നുണ്ട്. ലെൻഡിംഗ് ട്രീ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പോലെ ഭൂരിഭാഗം പേരും പണം ചിലവാക്കുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.